വിശദമായി ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതായും ഈ ദൃശ്യങ്ങളിൽ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വെക്കും. ജീവിക്കുവാണെങ്കിൽ അന്തസ്സാണ്, നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ ജീവിക്കും, ഇല്ലെങ്കിൽ ഇതുകൂടെ തീർന്നു. നീ ഷാർജയിലും പോകത്തില്ല, അത് ഞാനാ പറഞ്ഞത്. നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീശ പറഞ്ഞു, നീ എവിടെ പോകും? നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അല്ലെ എനിക്ക് ജയിലിൽ കിടക്കാൻ ഞാൻ സ്വയം സൃഷ്ടിച്ച എനിക്ക് മതി. ഞാൻ ജീവിതത്തെ അന്തസ്സായിട്ട് ആഘോഷിച്ചതാണ്. വിരീഷ് ചേരുന്നു. വിരീഷ്, നേരത്തെ തന്നെ ഈ സതീഷിന്റെ ക്രൂരത, അതിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നത് നിരന്തരമായ പീഡനം ഉണ്ടായിരുന്നു എന്നതാണ്. എന്താണ് ഇതിന്റെ വിശദാംശം? തീർച്ചയായും സജിത്ത്, നമുക്കറിയാം ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ, അതായത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ യുവതിയുടെ കുടുംബം മുന്നിട്ട് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരാതി നൽകി. നിലവിൽ ഈ പരാതി തുടർന്ന് ഈ കേസ് നിലവിൽ കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. തുടർന്നാണ് ഈ ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നത്. ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന, സജിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, അന്ന് സംഭവിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എന്തുമാത്രം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയ സാഹചര്യമുണ്ടായി. അപ്പോൾ കോടതിയിൽ ഇത് പഴയ ദൃശ്യങ്ങളാണെന്നാണ് ഈ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അങ്ങനെ ആയപ്പോൾ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കുന്നതിനായിട്ട് ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മരണം കൊലപാതകമാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത്. സജിത്ത്, കുടുംബത്തിന്റെ ആക്ഷേപം അങ്ങനെയാണ്. എന്തായാലും ഈ തെളിവുകൾ, ദൃശ്യങ്ങൾ കൃത്യമായ തെളിവായി മാറുകയാണ്. സതീഷിന്റെ ക്രൂരത, ഭർത്താവിന്റെ ക്രൂരത കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. നിരന്തരമായ പീഡനം നേരിടുന്നു ഈ യുവതി എന്നാണ് മനസ്സിലാക്കുന്നത്.